ഇറാനിലെ സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുന്നു. സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ആയിരങ്ങൾ ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അമേരിക്കൻ സഹായം പ്രതീക്ഷിച്ച് ഇറാനിലെ ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇന്ന് ഇറാനിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 9 മില്യൺ, അതായത് 9 കോടി ജനങ്ങളാണ്. അതിൽ വലിയ ഒരളവിൽ ക്രിസ്തുമതത്തിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ക്രൈസ്തവ സഭ ഇന്ന് ഇറാനിലാണ്. കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി 10 ലക്ഷത്തിലധികം ഇറാനികൾ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. അനൗദ്യോഗികമായി വേറെയും. എന്താണ് ഒരു പരമാധികാര ഇസ്ലാമിക രാജ്യത്ത് നിന്നും മുസ്ലിങ്ങൾ കൂട്ടത്തോടെ ക്രിസ്തുമതത്തിലേക്ക് വരാൻ കാരണം? എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറാൻ മുഹമ്മദ് റിസ പഹ്ലാവിയുടെ ഭരണത്തിന് കീഴിലായിരുന്ന 1970 വരെ അവിടെ ക്രൈസ്തവരുണ്ടായിരുന്നത് അസീറിയക്കാരും അർമീനിയക്കാരും പിന്നെ ഇറാൻ വംശജരായ ചുരുക്കം ക്രിസ്ത്യാനികളും മാത്രമായിരുന്നു. അക്കാലത്ത് സുവിശേഷ പ്രവർത്തനം രാജ്യത്ത് നടന്നിരുന്നില്ല. 1969 ടെഹ്റാനിൽ ആദ്യ പള്ളി ജമാഅത്തെ റബ്ബാനി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. എന്നാൽ സിറിയക്ക്, അർമേനിയ പോലുള്ള ഭാഷകൾക്ക് പകരം 1970കളുടെ ആരംഭം മുതൽ ചില പ്രൊട്ടസ്റ്റൻ്റ് പാസ്റ്റർമാർ പേർഷ്യൻ ഭാഷയിൽ വീടുകളിലും പള്ളികളിലും ആരാധന നടത്താൻ തുടങ്ങിയതോടെ സ്ഥിതി മാറി. അക്കാലത്ത് ക്രൈസ്തവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കളിൽ ഒരാളാണ് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ബിഷപ്പ് ഹൈക് ഹോഫ് സെഫിയൻ മെഹർ. പല ഘടകങ്ങൾ മൂലമാണ് ഇറാനിലെ മുസ്ലിങ്ങൾ ക്രിസ്തുമതം സ്വീകരിക്കാൻ ഇടയായത്. മുസ്ലിം മതവിശ്വാസികളായിരുന്നവർ ക്രിസ്തുമതത്തിലേക്ക് മാറുമ്പോൾ ഗ്രഹസഭകളും ഭൂഗർഭ സഭകളുമാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ഇത്തരം രഹസ്യ സഭകൾ അതിവേഗം വളർന്നു. സ്ത്രീകളും എക്സ് മുസ്ലിങ്ങളും നയിക്കുന്ന ക്രൈസ്തവ സഭകൾ ഇന്ന് ഇറാനിൽ എവിടെയും കാണാം. രഹസ്യ സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനാക്കൂട്ടങ്ങൾ മൂലം പെട്ടെന്ന് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ കഴിയും. മറ്റൊന്ന്, ഇറാനികളുടെ ദേശീയ ഭാഷയായ പേർഷ്യനിലായിരുന്നു ആരാധന എന്നതാണ്. ഇസ്ലാമിലെ ഈസാ നബി അല്ല, ബൈബിളിലെ യേശു എന്ന തിരിച്ചറിവ് തന്നെ അവരിൽ വലിയ മാറ്റം വരുത്തി. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് വളരെ കുറച്ച് ഇറാനികൾ മാത്രമേ ക്രിസ്തുമതം പിന്തുടർന്നിരുന്നുള്ളൂ. എന്നാൽ ഇറാനിയൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് അരങ്ങേറിയ അക്രമങ്ങളിലുള്ള അതൃപ്തി മൂലം ധാരാളം ഇറാനിയൻ മുസ്ലിങ്ങൾ ഇസ്ലാമിൽ നിന്നും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ കാരണമായി. ഇത് ഇറാനിൽ മാത്രമല്ല, ഇറാനികൾ കടന്നുപോയ വിദേശ രാജ്യങ്ങളിലും ആളുകൾ താൽപ്പര്യത്തോടെ ക്രിസ്തുവിനെ സ്വീകരിച്ചു. ഇതിനുശേഷം ഇറാൻ്റെ ഔദ്യോഗിക ഭാഷയായ പേർഷ്യനിൽ ക്രിസ്ത്യൻ പുസ്തകങ്ങളോ ലഘുലേഖകളോ വിതരണം ചെയ്യുന്നത് നിയമവിരുദ്ധമാക്കി. ക്രിസ്തുമതത്തോടുള്ള പൊതുജനങ്ങളുടെ താൽപ്പര്യത്തിനൊരു പ്രധാന കാരണം വിവിധ സർക്കാർ നിയന്ത്രണങ്ങളോടുള്ള മാനസികമായ എതിർപ്പ് പ്രകടിപ്പിക്കുക എന്നതുകൂടിയാണ്. ക്രൈസ്തവർക്ക് നേരെ കടുത്ത പീഡനങ്ങൾ, അറസ്റ്റുകൾ, അക്രമ ഭീഷണികൾ എന്നിവ ഉണ്ടായിരുന്നിട്ടും അവർ വിശ്വാസത്തിൽ ഉറയ്ക്കപ്പെടുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇറാനിലെ പരമ്പരാഗത ക്രിസ്ത്യാനികളായി കണക്കാക്കുന്നത് അർമേനിയക്കാരെയും അസറിയക്കാരെയുമാണ്. ഇവരായിരുന്നു അംഗീകൃത ന്യൂനപക്ഷം. ഇവരാണ് ഭരണഘടനാപരമായി അംഗീകരിക്കപ്പെട്ടവർ, സംവരണ പാർലമെൻ്ററി സീറ്റുകൾ ഉള്ളവർ. എന്നാൽ പുതുതായി ക്രിസ്തുമതത്തിലേക്ക് മാറിയ മുസ്ലിങ്ങളായിരുന്നവർക്ക് തടവ്, റെയ്ഡുകൾ, പീഡനം, നിരീക്ഷണം, ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന പേരിൽ കരുതൽ തടങ്കലിൽ എടുക്കാനുള്ള അനുവാദം, വിദേശ ഏജൻറ്റുമാരാണെന്ന ആരോപണം എന്നിങ്ങനെയുള്ള കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. ഭൂഗർഭ സഭകളിലെ അംഗങ്ങൾ പലപ്പോഴും സിം കാർഡുകൾ നീക്കം ചെയ്തും കോഡുവാക്കുകൾ ഉപയോഗിച്ചുമാണ് ആശയവിനിമയം നടത്തുന്നത്. യുവതിയുവാക്കൾ പ്രാർത്ഥനയ്ക്കായി കടന്നു പോകുന്നത് കുടുംബാംഗങ്ങൾ ചിലപ്പോൾ ഗവൺമെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അവിടെയാണ് ക്രൈസ്തവ വിശ്വാസം നിലനിർത്തുക എന്നത് അത്യന്തം അപകടകരമായതും എന്നാൽ ആഴത്തിൽ പ്രതിബദ്ധതയുള്ളതുമായ ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റുന്നത്.
ഗവൺമെൻറ് സുവിശേഷത്തെയും ക്രിസ്തുമതത്തെയും വിദേശ സ്വാധീനവുമായി ബന്ധപ്പെടുത്തുന്നു. അത് രാജ്യത്തിന് ഭീഷണിയായി ഇറാൻ കണക്കാക്കുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഏറെ കഷ്ടം മുസ്ലിം മതത്തിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ചവരുടെ കാര്യമാണ്. അതിശക്തമായ ക്രൈസ്തവ വിശ്വാസവും ഒപ്പം ഗവൺമെൻറ് എതിർപ്പും കാരണം അവർ അതിതീവ്രമായ ഒരു പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിൽ അവർക്ക് ജയിച്ചേ പറ്റൂ. എക്സ് മുസ്ലിങ്ങൾക്ക് വധശിക്ഷ വരെ ലഭിച്ചേക്കാം. സിവിൽ കോഡ് വധശിക്ഷയെക്കുറിച്ച് വ്യക്തമായി വ്യവസ്ഥ ചെയ്യുന്നില്ലെങ്കിലും ജഡ്ജിമാർക്ക് വേണമെങ്കിൽ വധശിക്ഷ വിധിക്കാം. ഓപ്പൺ ഡോഴ്സ് എന്ന സംഘടനയുടെ 2022 വേൾഡ് വാച്ച് ലിസ്റ്റിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പീഡനം നേരിടുന്ന 50 രാജ്യങ്ങളുടെ വാർഷിക റാങ്കിംഗ് ലിസ്റ്റിൽ ഇറാൻ 9ാം സ്ഥാനത്താണ്. ചില മിഷണറിമാർ ഇറാനിൽ നിന്നും തുർക്കി, പാകിസ്ഥാൻ, ജോർജിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയി സഭകൾ ആരംഭിച്ചിട്ടുണ്ട്. പെന്തക്കോസ്റ്റ് പാസ്റ്ററായിരുന്ന ഹുസൈൻ സുദന്തിനെ മതക്കുറ്റം ചുമത്തി 1990 വധിച്ചു. മെഹ്ദി ദിബ്ബാജിനെ അറസ്റ്റ് ചെയ്ത് 10 വർഷത്തിലേറെ തടവിലാക്കി. 1993 വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് 1994 അദ്ദേഹം മോചിപ്പിക്കപ്പെട്ടു. എന്നിരുന്നാലും വധശിക്ഷ റദ്ദാക്കിയില്ല എന്നത് മാത്രമല്ല, അടുത്ത വർഷം അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. 2011 ജമിയത്ത് ഇ റബ്ബാനി ചർച്ചിൻ്റെ പാസ്റ്ററായ യൂസഫ് നദർബാനിയോട് വിശ്വാസം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് വിസമ്മതിച്ചതിനെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിച്ചു. 2013 8 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട ഇറാനിയൻ അമേരിക്കൻ പാസ്റ്ററും എക്സ് മുസ്ലിമുമായ സയ്യിദ് അബദിനിയെ രാജ്യത്തെ ഭൂഗർഭ ക്രിസ്ത്യൻ പള്ളി ശൃംഖല കെട്ടിപ്പടുക്കാൻ സഹായിച്ചു എന്ന് ആരോപിക്കപ്പെട്ടു. മൊഹബത്ത് TV, സാറ്റ് TV, പാർസ് TBN, നജാത്ത് TV തുടങ്ങിയ സാറ്റലൈറ്റ് TVകൾ ക്രിസ്ത്യാനികൾക്കായി വിദ്യാഭ്യാസപരവും പ്രോത്സാഹനജനകവുമായ പരിപാടികൾ പ്രക്ഷേപണം ചെയ്തു വരുന്നു, പ്രത്യേകിച്ച് പേർഷ്യൻ ഭാഷ സംസാരിക്കുന്നവർക്കായി. ഇറാനിലെ സ്ഥിതിഗതികൾ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഏതൊരാൾക്കും ഒരു കാര്യം വ്യക്തമാകും: ഏത് ഇരുണ്ടറയിലും കടന്നു ചെല്ലാൻ ദൈവവചനത്തിനാകും എന്നത്. അത് കാലവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണും വരെയും നന്ദി, നമസ്കാരം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.